ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പീസ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല പൊരിച്ച ചെമ്മീനും അതുപോലെ തന്നെ പച്ചമാങ്ങ ഇട്ട് വെച്ച നല്ല നാടൻ ചെമ്മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. അതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറമ്പിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കുറച്ച് വാഴലയൊക്കെ പൊട്ടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയമാണ്, അതുപോലെ നല്ല പച്ചപ്പുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കൃഷികളൊക്കെ നമുക്കൊന്ന് കാണാം. വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിലേക്കാട്ടോ ഇപ്പോൾ പോകുന്നത്. സൈഡിലായിട്ട് ഒരാടി കുറേ പച്ചമുളകും വാഴയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി വലിപ്പമുള്ളൊരു തരം പച്ചമുളകാണ് കേട്ടോ. അവിടെ പലതരം ഉണ്ട്, അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് ഞാൻ എടുക്കുന്നത്. ഇത്തിരി വലിപ്പമുള്ളൊരു തരം പച്ചമുളകാണ്. ആവശ്യത്തിനുള്ളത് ഞാനിവിടെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്നുള്ളത് കിട്ടി. ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി നിൽപ്പുണ്ട്, അതും കൂടി എടുക്കാൻ പോവാണ്. അതിന് മുന്നായിട്ട് ഇവിടെ സൈഡിൽ നിൽക്കുന്ന ചെടി എന്താണെന്ന് വെച്ചാൽ കനക്കൂർക്ക, അതുപോലെ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഒരു തരം ഇലയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പനിയോ ജലദോഷമൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ വാട്ടി പിഴിഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മക്കളുള്ളതുകൊണ്ട് ഡാഡി നട്ടു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇവിടെ പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പിറകുവശത്തുള്ള പറമ്പിൽ പോയിട്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം. ഇവിടെ കുറേ ചെടികളൊക്കെ നല്ലോണം പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ ഒരു മരമുണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട്, അതുപോലെ സർവ്വസുഗന്ധി, പിന്നെ മുരിങ്ങ നിൽപ്പുണ്ട്, അതുപോലെ മത്തൻ, കുമ്പളം, പിന്നെ ലൂബിക്ക, അങ്ങനെ പലതരം കൃഷികളുണ്ട് കേട്ടോ. ഇവിടെ വാഴ നിൽക്കുന്നു, അതുപോലെ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, ഇരുമ്പാമ്പുള്ളി ഉണ്ട്. ഇനി ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും പറയാൻ. അത്രമാത്രം ഡാഡി ഇവിടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാഡിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. നമുക്കിവിടുന്ന് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. ഞാൻ നനഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. കറിവേപ്പില പൊട്ടിച്ചു. അതാ നിൽക്കുന്നത് ഇരുമ്പമ്പുളിയാണ്. ഇവിടെ ഒരു കൊല നല്ലോണം വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. വെളുത്തുള്ളി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ മസാല തേച്ച് പിടിപ്പിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു തരം ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ പൊരിക്കുന്നതിന് മുൻപ് നമുക്കിതിങ്ങനെ നല്ലോണം പുരട്ടി കുറച്ച് നേരം വെച്ചിരുന്ന് നന്നായിട്ട് ഈ മസാല അതിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ചെമ്മീൻ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചത്. അതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ നന്നായി മിക്സ് ചെയ്തു. ഇനി കറിവേപ്പില ഞാൻ ഇത്തിരി ചീന്തി ഇടുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് ആ സ്മെല്ല് നല്ല രീതിയിൽ പിടിക്കുള്ളൂ. കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ ചെമ്മീൻ പൊരിക്കുന്നതിന് കേട്ടോ. ചെമ്മീനിലേക്ക് നന്നായിട്ട് ഞാൻ പുരട്ടി ചേർക്കുകയാണ്. ആ മണവും അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം ഇത് പുരട്ടി വെക്കണം. നന്നായിട്ട് പുരട്ടുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ മസാല പിടിച്ച് കിട്ടണം. നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ ഞാനിവിടെ പുരട്ടി വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചെമ്മീൻ തന്നെ കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: മസാല പൊടി, മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കല്ലുപ്പ്, ഉള്ളി, പിന്നെ ഇഞ്ചി, ഒരു മാങ്ങ, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇത് 1-ാം പാലാണ്. 3 ഗ്ലാസ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. മാങ്ങ ഞാനിവിടെ കഷ്ണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. തൊലി കളഞ്ഞ് കഷ്ണാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായി ചതച്ചെടുക്കുക. അത് ഞാനിവിടെ ചട്ടിയിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ, അത് നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മാങ്ങ മുഴുവനും ഇടുന്നില്ല, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ അതിൽ ആവശ്യമുള്ളത് ഇട്ടു. ഇനി ഞാനിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കല്ലുപ്പ് ചേർക്കാം. അടുത്തായിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് മുൻപേ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കാച്ചാനുള്ള നേരത്തെ എടുക്കാം. ഇതെല്ലാം കൂടി നന്നായി പുരട്ടി വെക്കാൻ പോവാണ്. നല്ലോണം പുരട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 3 ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ആഡ് ചെയ്ത ശേഷം അടുപ്പ് കത്തിക്കണുള്ളൂ. നമ്മൾ രണ്ടാം പാലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. വെച്ചു. ഇനി ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവാണ്. ഇനി ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇത് ഏകദേശം തിളച്ചു. ഇനി ഞാനിതിലേക്ക് തിള വന്നു തുടങ്ങി. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ചൂടിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടാണ് ഈ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പാൽ ആഡ് ചെയ്ത് നല്ലോണം തിള വരണം. അതിന് ശേഷമാണ് നമ്മൾ കാച്ചാൻ പോകുന്നത്. നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച ശേഷം ചട്ടിയിൽ നല്ലോണം തിള വന്ന് തുടങ്ങി. മീനൊക്കെ വെന്തു. മാങ്ങയും മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചാനുള്ളത് എന്താണെന്ന് നോക്കാം. ചീനിച്ചട്ടി വെച്ചു. എണ്ണ ചൂടാക്കി. അരിഞ്ഞു വെച്ച ഉള്ളി നല്ലോണം എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്തു. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. നന്നായി മൂത്ത് വരട്ടെ. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം നമുക്ക് ഇത് മീൻചട്ടിയിലേക്ക് ഒഴിക്കാം. പാകമായി. ഞങ്ങളിവിടെ ഇത്തിരി എണ്ണ അധികം ഉപയോഗിക്കും കേട്ടോ കാച്ചാനായിട്ട്. മമ്മി പറയാം അതിനാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് പറയുക. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് പാൻ ചൂടാക്കി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. പാൻ വെച്ച് എണ്ണ ചൂടാക്കാൻ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പുരട്ടി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചെമ്മീനും ഒറ്റ ട്രിപ്പിലിട്ടിട്ട് വറുക്കുകയാണ് കേട്ടോ ഞാനിവിടെ. ഇത്തിരി ചെറിയ ഫ്ലെയിമിലിട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഞാൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഫ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 2 സൈഡും മറച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് കണ്ടോ.
ഇനി നമുക്ക് ചോറിലേക്ക് നല്ല പൊരിച്ച ചെമ്മീനും മാവ് നല്ല മാങ്ങിയിട്ട് വെച്ച ചെമ്മീൻ കറിയും. ആ ചോറിന് മുകളിൽ കാണുന്നത് എന്താണെന്നറിയാമോ? ആ ചെമ്മീൻ വറുത്ത എണ്ണയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷാണിത്. ചെമ്മീൻ വറുത്ത എണ്ണയും ചോറും അതുപോലെ ഈ കറിയൊക്കെ കൂട്ടി നന്നായി കഴിക്കാൻ ആൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കിത് ഈ മഴക്കാലത്ത് നല്ല ചൂട്ടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ആദ്യത്തെ വായ അങ്ങേർക്കുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ചെമ്മീൻ വെച്ചു, കുറച്ച് ചാറ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വായ കഴിച്ച അയ്യോ പറയാനില്ല, നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വരീസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.